എടാ ജോയ അല്ല വേണ്ട കെട്ടി കഴിഞ്ഞിട്ട് ഇനി മുന്നോട്ട് ഇങ്ങനെ ഇട്ടിട്ട് എടുക്കണം പറഞ്ഞാൽ മുന്നോട്ട് എങ്ങനെ ലെൻസും എല്ലാം കൊടുത്തോ അതോ ബോഡി മാത്രം? ഒരു ലെൻസ് 85 ഒരു വിൻട്രോസിന് ഉണ്ട്. കൊടുത്താലും ചോദിക്കണ്ട അവര്. എത്ര കിട്ടി എല്ലാത്തിനും കൂടെ? 80 ബോഡിക്ക് പറഞ്ഞിട്ടുണ്ട്. ബോഡിക്ക് എത്ര കിട്ടും? അതില് കിട്ടുമായിരിക്കും, പക്ഷെ 2 വർഷത്തിന് മേലായിരിക്കും. കാരണം ചേട്ടാ അത് ഉപയോഗിച്ചിട്ടേ ഇല്ലല്ലോ. പക്ഷെ കുഴപ്പമില്ല. കാലത്തിന്റെ അല്ലേ എത്ര രൂപ എടുത്തേ? 900 സാധാ മാർക്കറ്റിലൊക്കെ എന്താ റേറ്റ് നോക്കിയാ? അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെന്ന് വെച്ചാ എനിക്ക് കൊടുത്തില്ലേലും പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോകാൻ കുഴപ്പമില്ലായിരുന്നു. റെന്റിന് കൊടുത്താലും പൈസ കിട്ടും. പക്ഷേ ഇനിയുണ്ട് വേറെ 3 ഉണ്ടായിരുന്നില്ല ക്യാമറ. ഇല്ല ഇനിയുണ്ട്. എല്ലാ ക്യാമറ ഞാൻ കൊടുക്കാറില്ലല്ലോ. അല്ല അമ്മ ഇത് ഇവിടെ കെട്ടണ്ടേ? നടുഭാഗത്ത് കെട്ടണേ. എടുത്തോളാം. അമ്മ ഇവിടെ വെച്ച് കഴിഞ്ഞാലാണ് എല്ലാത്തിനും ഒരേ കൂടുതൽ ദൂരം കിട്ടുക. അപ്പൊ നടുവിൽ വെച്ചിട്ട് കിട്ടുക. അത് എടുത്താലും അതെന്നിട്ട് ഇത് സൈഡിൽ കെട്ടാനായിട്ട് തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചീവി കഴിഞ്ഞിട്ട് എല്ലാത്തിനും കെട്ടിട്ട് വരാനായിട്ട്. അതന്നെ അത് നല്ല റബ്ബർ ബാൻഡ് ഇട്ടാ പോരെ സാധാ. അല്ല വേണ്ട, റബ്ബർ ബാൻഡ് പോലും പ്രശ്നമാണ്. BP 30-40. ഒരു പഴയ ഒരു ജീപ്പ് KW 30-60 ആ വലിയ റബ്ബർ ബാൻഡ് എന്ത് നമ്മുടെ ഇല്ലേ? എന്റെ ഡ്രോയിന്റെ അടിയില് എന്താ റബ്ബർ ബാൻഡ് മതിയോ? അത് പറഞ്ഞ നീ ഒരു കാര്യം, ഞാൻ ഡ്രോയിന്റെ അടിയിൽ നല്ല വലിയ റബ്ബർ ബാൻഡ് എടുത്തില്ല. ഇപ്പൊ കിട്ടിയോ? അവിടെ കെട്ടിക്കോ. മുടി കെട്ടിയോക്കളെ എന്തോ സ്കൂളിലെന്താ പിള്ളേർക്ക് ഇങ്ങനെ ചടങ്ങുണ്ട്, മുടി കെട്ടി കൊടുക്കല്. 30 വയസ്സാകുമ്പോ ഒന്നുകൂടെ നിട്ടാം. ഇനി കഷണ്ടി ആയില്ലെങ്കിൽ 30 വയസ്സാകുമ്പോ ഒന്നുകൂടെ. അതെ, ഇനി ഞാൻ ഇതില് കല്യാണം കഴിച്ചിട്ടുള്ളൂ, മുടി കിട്ടുന്നുള്ളൂ. ഇത് നോക്കാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അവിടെ കെട്ടിയാൽ മതി. അവിടെ ഒന്ന് കെട്ടാൻ, പിന്നെ താഴെ വേണേ ഒരെണ്ണം കെട്ടാം. 2 മുറിക്കാനാ? അല്ല ഇതൊരു ഇവിടെ ഒരെണ്ണം കെട്ടൂലേ? എടാ ഡ്രോയിന്റെ അടിയിലടാ. ഇത് ഇങ്ങനെ ട്രിം ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൊത്തം അല്ല അതങ്ങനെ വേണ്ട. ഇത് ഇവിടുന്ന് കെട്ടിയിട്ട് അവിടുന്ന് വെട്ടിയാൽ മതി. കൊടുക്കാനുള്ള മുടി ഇങ്ങനെ മുറിച്ചാൽ മതി. ഏറ്റവും മേളിൽ കെട്ടിയാൽ മതി. എല്ലായിടത്തും ഒരേപോലെ നീളം കിട്ടും. അങ്ങനെയാണ്, അല്ലാണ്ട് അല്ലാതെ. അതെന്താന്ന് വെച്ചാ നമ്മള് വെക്കുന്നതിന്റെ അവിടുന്ന് അങ്ങ് മുറിച്ചാൽ മതി എന്നാ പറഞ്ഞേ. എന്നിട്ട് ഇനി ഇതായി കഴിഞ്ഞിട്ട് കെട്ടിക്കണ്ട അടിയില്. അയ്യോ എന്തൊരു വേന. എടാ ഞാൻ പിടിച്ചോളാം. എടാ ആ ഡ്രോയിന്റെ അടിയില് നീ ഇട്ടോ ഇത് പൊട്ടിപ്പോയി. ഞാൻ ഒരു സഞ്ചി നിറച്ച് ഇത് വാങ്ങി വെച്ചിരുന്നല്ല. ഇത് വേണ്ട. എടാ അടിയത്തെ ഡ്രോ തുറന്നു ലാപ്ടോപ്പിന്റെ അടിയിൽ ഒരു സഞ്ചി. ഇത് വേണ്ട. നല്ല സാധനം ഉണ്ട്. ഇതെന്താ നടുവിൽ കെട്ടാൻ വേണ്ടിട്ട്. അത് ഏറ്റവും ലാസ്റ്റ് കെട്ട്. നമുക്ക് അറിയാത്തോണ്ട് പിന്നെ ഇവിടെ മാത്രം കെട്ടിയാൽ മതി. എന്നോട് പറഞ്ഞെന്താന്ന് പറഞ്ഞാ ചീനിയിട്ട് ഇവിടെ വെച്ച് 2-3 കെട്ട് കെട്ടിയിട്ട് അത് ഇത് അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ട്. എങ്ങനെയായിരിക്കും എത്തുന്നത്? ഇപ്പൊ നിനക്ക് കുഴപ്പമില്ല. ഇപ്പൊ നിനക്ക് അത്യാവശ്യം മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് ഇത് വെട്ടിയിട്ട് പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ശരിയാക്കിയാ പോരെ. നമ്മളെന്നെ ട്രിം ചെയ്യുക. എന്ത് ട്രിം ചെയ്യാൻ? അതൊന്നുമില്ല. ഇതിന്റെ അറ്റം ഞാൻ കഴിഞ്ഞ ട്രിമ്മറല്ലേ. ഇനിയിപ്പോ ഇതിന് അവിടെ പോയിട്ട് ഇതാക്കുന്നേ. എവിടെ അത് തോരി കൊടുക്കാം. അവൻ ഒരു കയ്യിൽ പിടിച്ചേക്കുക. ഇതൊക്കെ അമ്മയ്ക്കല്ല.
സഞ്ചി നിറച്ചുണ്ടോ? ഞാൻ 20 എണ്ണം വാങ്ങിയത്. എനിക്കൊന്ന് അതല്ല മറ്റേ പഴയ പഴഞ്ചൊല്ലില്ലടാ, അപ്പം കട്ടിലെടുക്കാന്ന് പറഞ്ഞ പോലെ അമ്മ പറയാം ഇനി ഇതൊക്കെ എനിക്കല്ലേ. അല്ല എനിക്ക് ഇപ്പൊ വേണ്ട, ആദ്യം മറ്റേ ചെയ്തപ്പോഴായിരുന്നു ഇത് വേണ്ടത്. ഇപ്പൊ ഞാൻ ബാൻഡ് കേട്ടില്ല. ഇപ്പൊ ഇത് ഞാൻ 20 എണ്ണം വാങ്ങിയതാ. വന്നതുണ്ടോ? 20 കൂടുതലുണ്ട്. അതിപ്പോ നീ ഒരു ബുക്ക് ഓർഡർ ചെയ്തു, ഒരു പണ്ടിന്റെ ബുക്ക് വന്നു. മുറിക്കല്ലേ? ആരാ മുറിക്കുന്ന ആളല്ല? ഇനി കേട്ടണ്ടേ? ഈ സാധനം എല്ലാം കെട്ടിട്ട് ഇതാക്കിയാ മതി. ഒന്നും വന്നില്ല. അതല്ല നീ തന്നെ കെട്ടിയ പോലെ എവിടെ കിട്ടിയോ? അല്ലേ? അല്ല അമ്മ ആന്റിയെ കൊണ്ട് പോയിരിക്കാം. അമ്മയ്ക്കാണ് അതിന് അറിയാം. ഫസ്റ്റ് വൈഫ് മുടി മുറിച്ചാ വളരെ പിന്നെ നമ്മള് മുട്ടയായിട്ട് പോലെ അനങ്ങില്ല മുടി. കേട്ടല്ലേ? എല്ലാം കെട്ടിക്കോ, അടുത്തടുത്ത് കെട്ടിക്കോ. എങ്ങനെ വേണേലും കെട്ടിക്കോ. അതിനൊന്ന് തിരിക്കടാ. ആന്റി കേട്ടാ ആന്റി കെട്ടിക്കുക, അതാ നല്ലത്. കെട്ടിക്കൊള്ളാക്കണ്ട. ഇതാണത്. വലിയ ഇതില്ല. ഏതാ? കുത്തിട്ട് ചാർജ് ആയില്ലല്ലോ. ചാർജ് ആവാത്ത ഏത്? 40% ലൂസായി കിടക്കുക ലാപ്ടോപ്പ് നോക്കണ്ടാവുന്ന. ഞാൻ നോക്കിയത് ഞാൻ ചാർജ് ആവുന്നുണ്ടാവും. 2-3 എടുത്തോ. ഇങ്ങനെ ഭയപ്പെടുത്തണം. അങ്ങനത്തെ ഭയമൊന്നുമില്ല. ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായിക്കോട്ടെ എന്തായാലും കളയാനായിട്ട്. അത് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. പക്ഷെ സന്തോഷമുണ്ടോ? എന്നാൽ ഇപ്പൊ നഷ്ടപ്പെടുന്നതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. താനും ഇതില്ലാത്തവർക്കല്ലേ അല്ല കൊടുക്കുന്നത്? സന്തോഷം ഉണ്ടോ നിങ്ങൾക്ക്? ഇത് ആത്മനിർവൃതിയോടെ കൊടുക്കണ്ടേ? ഇത് ഇല്ലാത്ത ഒരാൾക്കാ കൊടുക്കണേ. അതല്ല 5 കൊല്ലത്ത് പണിട്ട് ഇതിൽ അതിൽ തൃപ്തി ഉണ്ടോ? അതാണ് എനിക്കുള്ള സങ്കടം. 5 കൊല്ലമായിട്ട് തലയിരിക്കല്ലേ അതിന്റെ ഒരു സങ്കടം. അല്ലാണ്ട് ഇപ്പൊ പോയ ഒരെണ്ണം കൂടെ കുറച്ചുകൂടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ മുറിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും. ചാച്ചാ അവനെ മുറിക്കാൻ പോവാ. ഒന്നല്ല, അത് അമ്മ. നീ എന്നിട്ട് ഇതിന്റെ മറ്റേ വലിയ കാർഡ് എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഇതാക്കാനായിട്ട്. എല്ലാം കളയണോ? അല്ലാണ്ട് ഇനിയിപ്പോ ഇവിടെ മാത്രമായിട്ട് ഞാൻ ചോദിച്ചോളാം. അല്ല ഇങ്ങനാണല്ലോ. ആയമ്മ മതിയടാ, 2-3 കിട്ടി. അത് മതി. അത് മതി. നീ വേണ്ട. നീ പോവില്ല. ആ കവറും എടുത്തോനെ. എന്തിനാ? കൈ പിടിച്ചാ പോരെ. നീ ഒരു പണി ചേർത്തല്ലേ എനിക്ക്, അല്ലെങ്കിൽ സോഫയിലായി കഴിഞ്ഞാൽ ഞാൻ ഒരു കാർഡ് എടുത്തിട്ട് വരാം. അതെല്ലാം കിട്ടോ. ഒരു വട്ടം നടക്കുള്ളൂ. ചവാ വീട്ടേക്കില്ല. ഓ ഫൊറാസ് ഞാൻ ചേർന്നും വിജയകുളം അവിടെ ഇവര് മറ്റേ ഇവിടെ താമസിച്ചില്ലേ? അമ്മ ഇതിന്റെ അറ്റത്തും കൂടെ ഒരു കെട്ടിട്ട് മറ്റേ ഇവിടെ താമസിച്ചില്ലേ ഇവര്? ആ ബൈപ്പാസിൽ പോകുന്ന അവിടെ അവിടുന്ന് ഞങ്ങള് ചായ ഇട്ടിട്ട് സൈക്കിള് വൃത്തിയാക്കാൻ പോയി. സൈക്കിള് കഴുകാൻ വന്ന് നോക്കിയപ്പോഴും കഴിഞ്ഞിട്ട് എന്നിട്ട് ഒരച്ച് ഞങ്ങള് കാരണം 5 പേരിനും മണമുണ്ട് പാലൊക്കെ. എനിക്ക് വെച്ചിരുന്നു. ഇല്ലടാ, അത് കുഴപ്പമില്ലടാ, വലിയ സീനില്ല. കുറച്ച് ഇങ്ങോട്ടൊക്കെ കുറച്ച് ഇങ്ങോട്ട്. ഇതിൽ എക്സ്പേർട്ട് ആണോ? നീ ഇതിൽ എക്സ്പേർട്ട് ആണോ? ഞാൻ കൊറേ നാളായി ഇത് കൊണ്ട് നടക്കുന്നത്. അത് സ്വന്തം കെട്ടുമ്പോ കുറച്ചുകൂടി ബലം. അവിടെ എന്താ ലൈറ്റ് വേണോ? ഇനി ആ ലൈറ്റ് വിളിച്ചോ. മുറിച്ചോ വേഗം മുറിച്ചോ. അതിന് മുറുക്കിയേ. ചവാ എടാ വലിയ ഇത് ഇട്ട് കൊടുക്കടാ. അതിന് മുറിക്കാനായിട്ട് എന്ത് കിട്ടിട്ട് മുറുക്കിയ? ട്രിമ്മറല്ലേ? ഇല്ല കത്തിരിണ്ട്. ഇതിന്റെ പുറത്തങ്ങ് മുറിച്ച് മുറിച്ചാ മതി. മാമനെ എനിക്ക് ട്രിമ്മർ കിട്ടിയ അത്ര പ്രശ്നമില്ല. ഞാൻ ഇങ്ങനെ പിടിച്ചേരാം. അമ്മേ അമ്മ ഇതിന്റെ മുന്നില് മുറിക്കുക. ഇതിന്റെ അതായത് കെട്ടിന്റെ മുന്നില്. എടുത്തോ വീഡിയോ എടുത്തോ വീഡിയോ എടുത്തോ. ചാച്ചാ വേഗം ഇനി ഇത് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ റൗണ്ടില് അമ്മ ഇത് കേക്ക് നല്ല പൊടിയിൽ തഴച്ചു വെട്ടത്. നീ കാണാൻ പറ്റിന്ന് വരില്ല. വെച്ചോ 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 ധൈര്യമായിട്ട് വെച്ചോ. അതന്നെ വെച്ചോ. അങ്ങനെ വെച്ചോ വെച്ചോ വെച്ചു കൊടുത്തോ വെച്ചു കൊടുത്തോ. ഓട്ടോ ഓട്ടോ ആ സൈഡ് അങ്ങനെ കറക്കി. അതന്നെ
ഇങ്ങനെ നേരെ വെച്ചോട്ടെ, ഇങ്ങനെ താഴേക്ക് വെച്ചോട്ടെ, അങ്ങ് പോയിക്കോളൂ. താഴത്തേക്ക് നമുക്ക് കൊടുക്കുന്നേ ഓട്ടാ. ചെയിൻസ് എടുത്തിട്ട് വരണേ. ഈ അമ്മ എന്തിനാ മുറിച്ചോന്നേ വേണ്ട. നിങ്ങളുടെ കുറച്ചും കൂടെ പൊന്നു മാറി അവിടെ ഓട്ടുള്ള ഭാഗം തോന്നില്ല അവിടെ. അവരെടുക്കട്ടെ. പൊന്നു മാറി അവള്. ആടാ, ഇവിടുന്ന് തന്നെ നമുക്ക് ഫീൽ ആവും അല്ലേ? എനിക്കറിയില്ല, ഏകദേശം കഴിയാനായി, 90% കഴിഞ്ഞു. എനിക്കൊന്ന് കാണണം ഞാൻ എങ്ങനെയാന്ന്. ഞാൻ എന്നെ ഇങ്ങനെ കണ്ടിട്ട് എത്ര കാലം. മറ്റേ ചങ്ങായി പറഞ്ഞോ, ഞാൻ കുമ്പിടിയായി. ഫോട്ടോ കുമ്പിടി ഈ ഒരു ഫോട്ടോ എടുത്ത പോലെ നിങ്ങോട്ടൊന്നും. ഞാൻ ആദ്യം എന്നെ ഒന്ന് കാണട്ടെ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ മനസ്സിലാവില്ല കെട്ടിയല്ലോ ഒരു ഫോട്ടോ കൂടെ കേട്ടോ. അല്ല ഇത് കൊടുക്കണ്ടേ, അത് അനുഗ്രഹിച്ച സന്തോഷത്തോടുകൂടി. അല്ല അത് പൊന്നായ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടെ കേട്ടെ. അമ്മയെ മേടിക്കാൻ എന്നിട്ട് ചെക്കൻ്റെ ഞാൻ എന്താ ഇപ്പൊ കാണാൻ എനിക്ക് എന്നെ കാണാൻ മിറർ ഇല്ലല്ലോ ഇവിടെ. വേണ്ട ഞാൻ കണ്ടോളാം. മോന്റെ മൊബൈൽ വീഡിയോ നീ മൊബൈലിൽ എടുത്താൽ അതിന്റെ അത് ക്ലാരിറ്റി ഞാൻ ജോക്കോട്ട് എടുക്കുന്നുണ്ടല്ലോ. ഞാൻ രണ്ടിലും എടുക്കുന്നുണ്ട്, പേടിക്കണ്ട. ചെക്കന്റെ മുടി 5 കൊല്ലത്തിന് ശേഷം അവന്റെ മുടിയിലേക്ക് നോക്കണം. സന്തോഷത്തോടുകൂടി എനിക്കതല്ല, ഇതിന് ഇത്ര നീളമുണ്ടെന്ന് എനിക്കിപ്പോ അമ്മക്ക് കൊടുക്കട്ടെ. എടാ ഇങ്ങനെ പിടിക്കടാ, ഒരു കൈ ഇങ്ങനെ പിടിക്കും, എന്നിട്ട് അതിന്റെ ബാക്കിയായിട്ട് പിടിക്കുന്ന പോലെ ഇങ്ങനെ ഇപ്പുറത്ത് വെക്കടാ. ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കും, ഇങ്ങനെ തല, എന്നിട്ട് ഇങ്ങനെ വെക്ക്. അത് വെക്കുന്ന അങ്ങനെ തന്നെ മാറമ്മ കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്കണം. ആ അതെ, ഓക്കെ. മേളിലേക്ക് പോകും, മേളിലേക്ക്. ആ അതെ, കുറച്ചുകൂടെ താത്തത് മുടി. ചെറിയ മുടിയേ അമ്മക്ക് അമ്മക്ക് അതെ ചെവിയിലൂടെ കയറ്റി കൊടുക്കുന്നു. അമ്മേ, അമ്മക്ക് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ പറ്റാത്ത അതെ അമ്മയുടെ ആഗ്രഹം. മുടി എങ്ങനെയുണ്ടാവുന്ന ടൈല് വേക്കുന്ന ടൈല് വെച്ചാലല്ലോ ഏത് സെൻസായി. എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെ ഈ സൈഡിലേക്ക് മേളിലേക്കൊക്കെ രസം ഉണ്ടായിരുന്നു. മമ്മൂട്ടി ലുക്ക് ഫോട്ടോ എടുത്തോ? ഞാൻ എടുക്കാം. ഒന്നിന്റെ പുറഭാഗം എടുത്തോലെ, എനിക്കത് കാണാൻ, എനിക്കതിനോട് മുടിയൊന്ന് കാണാനായിട്ട്. ഒന്നിന്റെ പുറം എടുത്തോലെ, ഒന്നിന്റെ പുറം. എനിക്ക് ബേബി വെച്ചപ്പോഴേ മറ്റേ മമ്മൂട്ടിയുടെ നീ ഇതാ സ്പോൺസർ. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ സന്തോഷത്തോടുകൂടെ ഒരു ക്യാൻസർ രോഗിക്കുള്ളതാട്ടോ ഇത്. മുടി നഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ആരുടെയാണ് ഇത് നന്നായിട്ട് ഇരിക്കട്ടെ ദൈവമേ. എന്റെ 5-6 കൊല്ലം, ഏകദേശം 6 കൊല്ലത്തിന്റെ അങ്ങനെ സാധനത്തെ ചാക്കി ഇനി ഞാൻ എന്നെ ഒന്ന് കാണട്ടെ. അല്ല ഇനിയിപ്പോ ഇത് തൊപ്പി വെച്ചിട്ടൊന്ന് അവിടെ രതീഷിന്റെ അവിടെ പോയിട്ട് കറക്റ്റ് വേണ്ട, പൊന്നെ മൊത്തം കളയ മൊത്തം കളയോ അമ്മ. അമ്മയില്ല, എനിക്കില്ലാത്ത സങ്കടമുള്ള അമ്മയ്ക്ക്. എനിക്കത് വലിയ എന്തായാലും മുടിനെ സന്തോഷമാണ് എനിക്ക് സമാധാനമായിട്ട് ഇത് ചെയ്യാം. വണ്ടിയിൽ യാത്ര ചെയ്യാന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയത്. ഇനി മുടി നോക്കണ്ടല്ലോ, ബൈക്കിൽ യാത്ര ഹെൽമെറ്റ് നോക്കണ്ട. ഹെൽമെറ്റ് ഇടുമ്പോ ഇതൊന്ന് കെട്ടിക്ക്. ഞാൻ എന്നെ ഒന്ന് കാണട്ടെ, ഞാൻ എങ്ങനെയുണ്ട്. അത് മനസ്സിലാകുന്നില്ലേ മുടി കെട്ടിയെടുക്കുന്നത്? അതല്ല, ഇതൊന്ന് കളഞ്ഞപ്പോ ഞാൻ മുടി അയ്യോ മറ്റേ ഇങ്ങനെ വെച്ചിടന്നാലോ പെമ്പിള്ളാര് ഇത് ചെയ്ത പോലെ
രസമുണ്ട് മുടി വേണ്ട കളഞ്ഞ മൊത്തം കളയാം. താരൻ വൃത്തിയാക്കാം. എന്റെ പിന്നെ പച്ച കിട്ടൂല. അയ്യോ ശരി. പെൺപിള്ളേര് മറ്റേ ആ പെൺപിള്ളേര് അപ്പൊ എനിക്ക് ഇത് നാരാന്ന് മുട്ട ഇട്ടിട്ടില്ല. ഞാന് മറ്റേ പിക്കുന്റെ അളിയന്റെ കൊറാസ് എടുത്തു. ചേട്ടായി കൈവെക്കാത്ത മേഖലകളൊന്നും ഇവിടുന്നാണ് ചെയ്യുന്നേ. എന്തെങ്കിലും ഇടണോ? മുഴുവൻ മുട്ടയാക്കണ്ട. നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് കുറച്ചായിട്ട് കുറച്ച് കൊണ്ടുവരാം. അല്ല കവർ എടുക്കണോ? എങ്ങനെയാന്ന് വെച്ചാൽ കവർ എടുക്കട്ടെ ഇടാൻ. അമ്മ അത് ഒരുമിച്ച് അമ്മ പിഴക്കണ്ടേ? പേപ്പർ ഫ്രണ്ട് നിൽക്കട്ടെ. ഇഷ്ടമുള്ള രീതി എന്നാലും ഞാൻ മുട്ട ചെറുതാക്കുക. ധൈര്യമായിട്ട് എടുത്തോ. എടുത്തോ. നിനക്ക് അത് ഗാർഡ് പവർ കൂടിയ ഗാർഡാ. അത് കട്ടി വരുന്നുണ്ടോ? ഇത് കുറച്ചുകൂടി ചെറുതാക്കിയാലോ? എത്ര നീളം വേണ്ടല്ലോ. മുടി മുറിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് പുറകെ പോയിട്ട് ശരിക്കും എന്താ പറയാ, ചുമ മാറിയിട്ടില്ല. ശ്വാസം മുട്ടും എന്തോ അതിനെല്ലാം മുടിയാക്കി മുറിച്ചു. ഞാനതുകൊണ്ട് അതിങ്ങനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഇങ്ങോട്ട് തെറ്റേക്ക് പോയി നോക്കണല്ലേ. എന്താ ലൈറ്റിങ്. ഇതാ നമ്മുടെ ചേട്ടായിന് ഇറക്കുമതി ഞങ്ങള് പറയടാ. പിന്നെ തലേന്ന് ഭാരം പോയതായിട്ട് തോന്നുന്നുണ്ടോ? മറ്റേ ഇവന്റെ അല്ലേ? നന്നായിട്ട് കുറെ കാലത്തിന് ഇവിടെയൊക്കെ തണുപ്പ് കാറ്റടിക്കുമ്പോഴേ നിങ്ങൾ വരുമ്പോ വിളിച്ചാൽ മതി. അവന്റെ തല എത്ര വെളുത്തിരിക്കുന്ന എനിക്കിത് കാണണ്ട. ഇത്ര 5 കൊല്ലമായിട്ട് വെയില് കൊള്ളാറില്ലല്ലോ. ഇത് നമ്മൾ എടുത്ത് ഇങ്ങനെ ഇത്രയും പോയതാണ്. അത് കുഴപ്പമില്ല. അറിയോ, അവിടെ നല്ല കുറ്റിയായിട്ട് നിന്നോണ്ടേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മേളിലേക്ക് എടുക്കുമ്പോ അതേപോലെയാവും. ഇവിടെയൊക്കെ എല്ലാ സൈഡിലും ഒരേപോലെ എടുക്കുന്നോണ്ട് കുഴപ്പമില്ല. ചാർജ് നോക്കണേ. 34 കിട്ടും. മൊത്തം എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഡയറക്റ്റ് കയറ്റിയെടുത്ത് പോയാ പോരെ? അതല്ല അറിയോ, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു. ഇനിയിപ്പോ അതല്ല ഞാൻ പറഞ്ഞ കയറ്റി ഇറക്കാം. അതല്ല, ഞാൻ വെറുതെ ഒന്ന് ചേട്ടൻ പരീക്ഷിക്കുന്നേ. ഞാൻ സ്റ്റൈലിഷ് ചെയ്ത് നോക്കിയത്. ഈ സൈഡ് രണ്ടെടുത്ത് നോക്കിയിട്ട് എങ്ങനെ അല്ല മൊത്തത്തിൽ മാറി നോക്കാം. കാണാൻ വേറെ രസമുണ്ട് ഇത് കാണാൻ. പക്ഷെ വേണ്ട, മുടി വെട്ടിക്ക് മൊത്തം കളഞ്ഞ. അതിങ്ങനെ വലിയ വട്ടായിട്ടിരിക്കണോ? അവിടേക്ക് എടുത്തിട്ടില്ല. ഇല്ല.
എനിക്ക് എന്തും തല പിടിക്കുക, അതാണ് എൻ്റെ ഒരു ആദ്യം മുട്ട അടിക്കുമ്പോൾ ഒരു ഫീലില്ലേ അത് വരും. കാരണം പിന്നെ തോട്ടപ്പോഴൊക്കെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഉണങ്ങാത്ത പ്രശ്നം ഉണ്ടാവില്ല. ഇനി എനിക്ക് ഉണങ്ങുന്നതിനെ പറ്റി ആലോചിക്കണ്ട, അതെ, എന്നും തല പിടിക്കുക, അതാണ് എൻ്റെ ഒരു ഇതേ ഒരു വണ്ടി മായാവി എന്ന് പറയുന്നത്. പുതിയ വണ്ടി ഇറങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? അടുത്ത ലുട്ടാപ്പി ഇറങ്ങും. അതിന്റെ ഫ്രണ്ടില് കണ്ടിട്ട് ഈ ചെങ്ങനെ സാധനം ഇത് കൊറേ ഉണ്ടല്ലേ ഇത് ഇതാക്കണെങ്കി. ഷേപ്പാക്കി നോക്കുന്നുണ്ടാ. ചാർജ് എത്രയായിട്ട് 20 ആയില്ല. 29 ഇപ്പൊ ഒരു പെണ്ണിനെ പോലെ പക്ക മറ്റേ ഫെമിനിസ്റ്റുകളെ പോലെ ആയിരുന്നു. നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഫെമിനിസ്റ്റ് അറിയില്ല, ഇപ്പൊ എനിക്ക് കണ്ടല്ലേ. അതാണ് വീണ്ടും വീഴുന്നു. ഇതിനകത്ത് ഇത്ര ഉണ്ടോ? ഇനിയുണ്ട്, ഇനി ലോഡ് കണക്കിനുണ്ട്. പിന്നെ രസമുണ്ട്, രസമുണ്ട് അല്ലേ? രണ്ട് സൈഡ് എടുത്തിട്ടേ ഇവിടെ വലിയ വട്ടാണോ വെച്ചാ? അത് നീ എടുത്താലേ അറിയാലോ. നമുക്ക് മൊത്തം എടുക്കാണോ? നടുവിന്ന് കൊടുക്ക്. എന്നിട്ട് ഇവിടെ മകൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്താൽ കറക്റ്റ് ആയിട്ട് വര വെറുതെ അല്ലേ? അല്ല ഇത് ട്രിമ്മോ ഇത് ഗാർഡ് ഇത് വെച്ചിട്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞ മൊത്തം എടുക്കാനാ. ആണോ? ആ ക്ലീനൊക്കെ എടുക്ക്. നടുവിൽ കൂടെ കയറ്റ്. കുറച്ചായിട്ട് വെക്കണ്ടേ? ഇത് കളയട്ടെ? ആ ഇരിക്കോ? ഇവിടെ ഇതില്ലല്ലോ, അവന് ഇവിടെ മാനസികമായിട്ട് ഇറങ്ങിയതാ. ഇതില്ല, ഇവിടെ ഇതല്ല, മുടിയില്ലല്ലോ. പിന്നെ അവിടെ മാത്രമായിട്ട് ഇരിക്കും അല്ലേ? ഓക്കേ, ഇല്ല. അത് മൊത്തം കളയല്ലേ? മൊത്തം കളഞ്ഞോ? ഇവിടുന്ന് ഒരു വര പോലെ അങ്ങ് എടുക്കാം. ധൈര്യമായിട്ട് വരയോ? ഇവിടുന്ന് എടുക്കാൻ പറ്റില്ലേട്ട്? ഇവിടെ നോക്കിയൊക്കെ എന്തായാലും പരീക്ഷിക്കല്ലേ. അതേ കോമഡി. ചാർജ് തീരുന്നതിന് മുന്നേ മറ്റേ റീലൊക്കെ എടുക്കുന്നവർക്ക് സുഖമായിരുന്നു ഇങ്ങനെ ഇതാക്കിയിട്ട്, മറ്റേ അബദ്ധം പറ്റിയ പോലെ. മിസ്റ്റർ ബീൻ ഓർമ്മ ചാർജ് നോക്കണേ. താരനോട് താരനാട്ടോ. ആ അതാ പറഞ്ഞേ. ഇത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ അടുത്തൊന്ന് പോവാനായിട്ട്, ഇതിനുള്ള ഇത് മാറ്റാനായിട്ട് വഴി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്. ഇപ്പുറത്തെ മുടി ഇങ്ങോട്ട് കൂടെ ഒക്കെ ഇത് ഞാൻ ചേട്ടേട്ട് ചേട്ടച്ചാരുടെ മുടി എന്തൊരു സന്തോഷം ഇതില് കാണാനാട്ടോ കോമഡി. നടുവിലൊരു സാധനം വെക്കണം. അതെ, ഇതിൽ കളിക്കുന്ന കൊള്ള ചാർജ് അവസാനം വരെയും കുറെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കത്രി വെച്ച് വിട്ടാലോ? ഇതില്ലെങ്കിലും കത്രി ഉണ്ടല്ലോ. എനിക്ക് പക്ഷെ വലിയൊരു ഇതായിട്ട് തോന്നില്ല എന്നെ പോകുന്നത്. എനിക്കിപ്പോ അത്യാവശ്യം തടിയുള്ളതുകൊണ്ടാ? തടിയുള്ളതുകൊണ്ട് അങ്ങനെ വലിയൊരു ബോറില്ല. ബോറില്ല. എന്റെ കാതൊക്കെ കുത്തിയോണ്ടേ ഒരു ഗുണ്ട ഇവിടുത്തെ മുടി അധികം വെക്കാൻ പറ്റിയില്ല. നീ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ അവിടെ മാത്രമേ സാധനം ഒരു ചേട്ടൻ കഷണ്ടി ആയി പോയി വെച്ച ഇതെവിടെ? ഇവിടെ ഇതൊക്കെ കാണുമ്പോഴാണ് ഈ ആംഗിള് നോക്കുമ്പോ കുറച്ച് നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. ഇപ്പഴതിനുള്ളൊരു അയ്യോ എനിക്ക് വയ്യ. കൊടുക്കട്ടെ ബാക്കി കൊടുക്കുന്നുണ്ടോ? കുറച്ച് ഇതാണോ ഓഫ് ആയതാണോ? ഏത് ചാർജ് കുറവിന്? ഇല്ല ചില റെക്കോർഡ് ആവുന്നുണ്ട്. ഉണ്ട്. ആ ചുമന്ന ലൈറ്റ് അവിടെ കത്തുന്നില്ല. അവിടെ ടച്ച് ചെയ്താൽ മതി കേട്ടെ. ഒരു ടച്ചാണോ? ആ ആ ഇതിപ്പോ 0-യിലാണോ മൊത്തം? ആ ഒന്നുമില്ല, ഗാർഡൻ വെക്കാണ്ട. കുറച്ചാൽ ഇങ്ങനെ അങ്ങ് പോവാം. എന്റെ തലയിൽ ഇവിടെ ഒരു ചളുക്കുണ്ടോ നോക്കി? ഉണ്ടല്ലേ? ബാക്കി ഞാൻ ചെയ്തരാം. പിടിച്ചാ ചേട്ടി മറ്റേത് വെക്ക്. മറ്റൊരു ഇതുണ്ട്. ഇതാ ക്ലീൻ ചെയ്യുന്ന ഫുൾ കളയുന്ന. എന്റെ പൊന്നെ, ഇത് വരുന്നത് എങ്ങനെയാ? ഇവര് ഇത് ഷേവ് ചെയ്യാണോ? ഷേവ് ആ പൊന്നെ മൊത്തം കളയാന്ന് പറഞ്ഞേ. എന്നാ പിന്നെ ഇതൊന്ന് ക്ലീൻ ആക്കാനാ? ആ ഓക്കെ. പൊന്നിന്റെ മുഖം ഒരു വൃത്തികേടില്ല കേട്ടോ. വൃത്തികേടില്ല, വൃത്തികേടില്ല. ലുക്ക് ഉണ്ട്. കാതൊക്കെ കുത്തിയിട്ട് ഗുണ്ട. എന്തെങ്കിലും പരിപാടിക്ക് ഇവരെ കൊണ്ടുപോയി
മറ്റേതൊരു സിനിമയിലല്ലേ വെടിക്കെട്ടിലെങ്ങാണ്ട് വെടിക്കെട്ടിലേ ഞാൻ കണ്ടില്ല കേട്ടോ ഈ പടം. അതിനകത്തൊരു ചെങ്ങായിനെ കൊണ്ടുപോകുന്നുണ്ട് അവൻ. അതായത് വെറുതെ ഒരു പിന്നെ സ്വീറ്റ് പിന്നെ ഇതും മേടിച്ചു കൊടുത്തിട്ടേ എന്താ മീടയോ മേടിച്ചു കൊടുത്തിട്ട് ഇവനെ കൊണ്ടുപോകും. വെറുതെ ഇവനെ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന. അപ്പൊ ആൾക്കാർ നോക്കുമ്പോ ഒരു ഭീകര ജീവിയാണ്. പക്ഷെ ആള് പാവം. അതായത് അവൻ പ്രാർത്ഥനയായിട്ട് നടക്കുന്ന ആളാ. പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നിട്ട് അവൻ പിടിച്ചിട്ട് പോകുന്ന. എന്നിട്ട് അതുപോലെ ഒരു കാണുമ്പോ ഒരു ഇതിന് വേണ്ടിയിട്ട് ലുക്കിന് വേണ്ടിയിട്ട്. അപ്പൊ തലക്കൊന്നും അത്ര കളറിന് വ്യത്യാസമൊന്നുമില്ല. ഇതെങ്ങനെയുണ്ട് എന്നെ കാണാന്ന് എനിക്കൊന്ന് കാണണ്ടേ. ചാർജ് എത്ര ഉണ്ട് ഏട്ടേ? അത് നോക്കണേ, സ്പീഡ് കൂട്ടിക്കോട്ടോ. സ്ഥലം നല്ലോണം ക്ലീൻ ആക്കണം മൊന്നെ. ചകിരിട്ട് ഉരച്ചത് ഒന്ന് കഴുകണം എനിക്ക്. മുന്നിലല്ലേ? ഇവിടെ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഭയങ്കര വൈകിയ കണ്ടേ അത്. അവിടെ അല്ല, ഈ ഭാഗത്ത് എവിടെയായിട്ടല്ലേ ഞാൻ കണ്ടായിരുന്നു. അത് ഭയങ്കര ചെറുതല്ലേ അവിടെ? എനിക്ക് തോന്നുന്നു എന്താ പറയാ, ഞാൻ മര്യാദക്ക് കുളിക്കാൻ പോയതാന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടറാന്ന് പറഞ്ഞ മറ്റേ ഇമ്മ്യൂണിറ്റിന്റെ ആൾക്കാർക്ക് വരുന്നതെന്നല്ല. നമ്മള് പൊന്നെ കുളിക്കാതെ പറ്റിയതാണ് ഈ മറ്റേ ഇത് താരനാണ്. ഒരു ടർക്കി എന്തെങ്കിലും ആയിരുന്നു. അല്ല ഈ ബാബർ ഷോപ്പിൽ എന്തുകൊണ്ടാണ് ഇവര് ഇത് ദേഹത്ത് വീഴുമ്പോ എന്നാ മറ്റേ ക്ലീൻ കൊടുത്താലേട്ടെ? അല്ല ഇത് ഇങ്ങനെ പോരാ, ഇങ്ങനെ മൊത്തം അടിക്കുന്ന ഇങ്ങനെ മതി. വലിയ കുഴപ്പമില്ലെങ്കിൽ ഇത് മതി. അടാ ഇനി മൊത്തം പഠിക്കാൻ ഇതേപോലെ തന്നെ ആയിരിക്കും. അത് മൊത്തം ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൊത്തം പഠിക്കാനിരിക്കാനല്ലേ ഇതാകണ്ട. ഇതന്നെ കുഴപ്പമില്ല. എന്താ സുഖം. ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട്. അത് കാരണം മനസ്സിലാവും. ഇതില്ലേ അറിയൂ പോലും. ആ ഡോക്ടറെ തപ്പി പോവാം. ഡോക്ടറൊന്ന് കാണിക്കട്ടെ. ഹലോ, വെച്ച് കൊടുക്കുന്നോ? ഇവിടെ ഉണ്ടോ? എനിക്ക് അതിൽ ചെയ്യാനൊരു എനിക്ക് എന്റെ കോൺഫിഡൻസ് എന്താ പറയുക, ഇനി ഒന്നും പേടിക്കാനില്ല. അല്ല ഞാൻ താമസിക്കുന്നത്. പിന്നെ ഞാന് നീ ഇതാവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൗണിലേക്ക് ഇറങ്ങാം. നീ എവിടെയുള്ളേ? ആ ഇവിടെ ആണോ? ഇല്ല, ഞാൻ സ്റ്റുഡിയോ ഇപ്പൊ വരും സ്റ്റുഡിയോയിലേക്ക്. ആ ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് വന്നാൽ മതിയോ? അല്ല ഞാൻ എന്തായാലും വരണം. ആ ചാർജ് 16. ആ ഓക്കെ. നീ ടൗണിലുണ്ടാവോ? പേടിക്കണ്ട, ഇനി വൃത്തികേടില്ല. പൊന്നെ തൊപ്പിയിട്ടാലും വലിയ കുഴപ്പമില്ലാത്ത. ഞാൻ വിളിക്കാം, വരുമ്പോ വിളിക്കാം. പൊന്റെ തല നല്ല ഉരുണ്ട തലയാട്ടോ, ഒരു ഒരു ഇതുമില്ലാതെ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോ നല്ല ഉരുണ്ട തലയാ പൊന്നെ. കാറ്റൊക്കെ അടിക്കുമ്പോ എന്താ സുഖം തലേ കൂടെ. അയ്യോ, ഇതൊക്കെ അനുഭവിച്ച കാലം മറന്നു. ഇവിടെ ഏട്ടാ, ഇവിടെ 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 സെറ്റ് ചെയ്തിട്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ചാർജ് ഉണ്ടല്ലോ, കുഴപ്പമില്ല. 12% അത് വെക്കും, കിട്ടും. എന്നാലും അതല്ല, ഞാൻ വിചാരിച്ച ആ മുടി പോയി കഴിഞ്ഞപ്പോ അത്രയും കുറച്ചുള്ളൂ. ഇത് ഇത്രയും മുടി പിന്നെയും തലയിലുണ്ടായിരുന്നു. ഇനിയിപ്പം വലിയ പ്രശ്നമുള്ളവർക്കൊക്കെ തീർക്കാം. ഇതേപോലെ മുട്ട അടിക്കുക നമുക്ക് ഒരുമിച്ച് കൂടെ അടിച്ചമാറാൻ മുടിയൊന്നും എനിക്കും മുടിയും വരുന്നില്ല. മുടി വരാൻ ഭയങ്കര പാടാ. അന്ന് നിർത്തിയതാണ്. അന്ന് നല്ല രസമായിരുന്നു. മറ്റേ ഫ്രണ്ട്സ് സിനിമയിൽ ജയറാമിനെ പോലെ മുടിയില്ല, താടിയില്ല, വീഴ്ചയില്ല. ഇനി എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. ചെവിയുടെ ഇടയിൽ കുറച്ചുണ്ട് കേട്ടോ. തൽക്കാലം ബാർബർ ഷോപ്പിൽ എങ്ങാനും പോയിട്ട് ഇല്ല, ഇത് കുഴപ്പമില്ല. ബാർബർ ഷോപ്പിൽ പോവാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഇവിടുന്ന് വെട്ടിയല്ലേ. എന്തിനും ബാർബർ ഷോപ്പിൽ പോകുന്നില്ലല്ലേ. ഇനി ബാർബർ ഷോപ്പിൽ ഉണ്ടാക്കാൻ ഓർഡർ ചെയ്യാനോ? അല്ല, ബാർബർ ഷോപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ക്ലീൻ ഷേവ് ചെയ്യുക. അതും നമുക്ക് ചെയ്യാവുന്ന. അല്ല പറഞ്ഞത്, അതിൽ പറഞ്ഞ ബാർബർ ഷോപ്പിൽ പോവാന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ധാരണ. അതുണ്ടാവും. ചേട്ടാ ഇളക്കി എടുക്കുന്നുണ്ട് കുറച്ച് എളുപ്പത്തിന്. പൊന്നെ ട്രിമ്മറും കൂടെ നല്ലോണം തയ്ക്കും കേട്ടോ. പിന്നെ എനിക്ക് കുഴപ്പമില്ല, പൊന്നാണല്ലോ അതിന് ഉപയോഗിക്കുന്നത്. ഇല്ല, എന്തായാലും ഒരച്ച എണ്ണയൊക്കെ തേച്ചൊരു കഴുകലുണ്ട്. എന്ത് തലയാ? ഈ തലമുടി തോർത്തുമ്പോ ഒരു സുഖം ഉണ്ടാവും.
ഇങ്ങനെ ഇവരെ അടുത്തൂടെ നിങ്ങളിങ്ങനെ പോകുമ്പോഴേ കാറ്റ് പോകുമ്പോ പല വഴി കൂടിയാ കാറ്റ് വരും. എന്ത് സുഖാന്ന് പറയാ. ഞാൻ എപ്പോഴും എന്റെ അവസാനം തലയിൽ കാറ്റ് കൊണ്ടെന്ന് എനിക്ക് അറിയത്തോലില്ല. ക്ലിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ താടിയുടെ ഇവിടെ ഒന്ന് ഇങ്ങനെ ഇതാക്കണം. ശിവാജി the boss. ഓ ഇതിനകത്ത് ഏത് കാർഡ് ഇടാ? ഇവിടെയുള്ള എല്ലാവർക്കും താരനുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും ചെറുതാ. ഞാനാണ് താരന്റെ അമ്മയെന്ന് ആരും പറയരുത്. എനിക്ക് പൊന്നനാ തന്നെ. പൊന്നൻ അല്ലേ ഇതിന്റെ അല്ല കേട്ടെ, അതിന് ഈ ഹെഡാണ്. ആ ഹെഡ് ഊരിക്കോട്ടെ. ഇത് വലിയൊരു വട്ടുണ്ട്, അതെനിക്ക് ഞാൻ കണ്ടായിരുന്നു. ഇതെങ്ങനെ വരുന്നത്? അത് പൊക്കിയാ മാഗ്നറ്റിക്കാ. വിചാരിച്ചത്ര വലിയൊരു ബോറില്ല. അങ്ങനെ ഒരു മുട്ട സൂപ്പി ഈ സൈഡിൽ ഞാൻ എടുത്ത് ലാൻഡ്സ്കേപ്പ്. ഇങ്ങനെ നോക്കുമ്പോ പൊന്നന് മറ്റേ ബ്ലീച്ച് ചെയ്ത പോലെ ഉണ്ട് മുടി. ഇങ്ങനെ നോക്കുമ്പോ പൊന്നെ താരൊക്കെ പൊടിയാണോ? കാറ്റ് പോകുമ്പോ എന്താ സുഖം. അങ്ങനെ അങ്ങനെ ഒന്ന് ഇതാക്കടാ. വെട്ടം വന്നിട്ട് അങ്ങനെ. അയ്യോ, ഇങ്ങനത്തെ ഒക്കെ സുഖം ആദ്യമായിട്ടാട്ടോ കിട്ടത്. ആദ്യമായിട്ട് 5 കൊല്ലത്തിന് ശേഷം. ഇതിനി ഓണാക്കാൻ എനിക്കറിയില്ല. സൈഡ് ആക്കണം നോക്കാട്ടാ. ഏത് ഇങ്ങോട്ട് തിരിഞ്ഞ് എന്റെ പൊന്നന്റെ ജീവിതത്തിൽ ഈ വലിയ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഞാൻ തൊപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ തൊപ്പി ഞാനൊരു കറുത്ത തൊപ്പി അത് ഞാൻ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്നാപ്പ് ബാക്ക്. പക്ഷെ ഇപ്പൊ ഇടണ്ട, തലയിൽ ഇതല്ലേ താരനല്ലേ. ആ ഓ പൊന്ന ശരിയാ. എന്തൊരു പൊന്നനിപ്പൊ കാണാണ്ടല്ലോ, ഒരു ഗുണ്ട കാണുന്ന. താരൻ. ആ അതാ പറഞ്ഞേ, ഒരു വലിയ വൃത്തികേടില്ല കേട്ടോ എന്നെ. ഞാൻ ഇല്ല, ഞാൻ വെച്ച് ഭയങ്കര വൃത്തികേടായിരിക്കും എന്നാ. ഇവിടെ ഇടല്ലേ വേണ്ട, ഞങ്ങൾക്കും താരം വരും. നമുക്ക് താരം ഇനിയിപ്പോ ഇനി എല്ലാവർക്കും ഞാൻ ഉത്തരം കൊടുക്കണം. എന്തിനാ മുടി വെട്ടി, എന്തിനാ മുടി വെട്ടി. ആദ്യം മുടി എന്തിനാ നീട്ടി നീട്ടാനായിരുന്നു. ഇപ്പൊ ഇനി സ്ക്രബ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ. ഇല്ല ചോദിച്ചാ എന്തായാലും ഞാൻ എണ്ണയൊക്കെ തേച്ച് സോപ്പിട്ട് കഴുകി ആഹാ എന്താ സുഖം. എടാ ഒരു കവർ എടുക്കട, ഈ സാധനം എല്ലാം കൂടെ അടിച്ചു വരെ എടുത്ത്. ഞാൻ ചെയ്ത യൂട്യൂബ് വീഡിയോ പ്ലേ ആവുന്നത് 6 വിട്ടുന്ന കാറ്റ് പോകുമ്പോ എന്താ സുഖം. നല്ല ഷേപ്പ് ഉണ്ട് എന്റെ തലക്ക്. മുട്ട അടിച്ചേർന്നാലോ? ഇത് ലുക്ക് ഉണ്ട് കാണാൻ. താഴെ ഇതാണോ മറ്റേ എന്തായിരുന്നു? അയ്യോ ഇത് മൊത്തം ഒരു തല ഒരു തൊപ്പിയുടെ ഷേപ്പിൽ ഒട്ടിച്ചു വെച്ചാലോ വിഗായിട്ട്. ഏതൊരു സിനിമയിൽ ആരോ ഇതില് ജയിലറില് മുടി വിൽപ്പനയ്ക്ക് അത് ശരിയാണല്ലോ. പുള്ളി ചെയ്തില്ല. പുള്ളി പിന്നെ പുള്ളും അതാണല്ലോ. മുടി വേണം. അതെന്താന്നറിയോ? അത് ചില സമയത്ത് മോട്ടർ അടിക്കുമ്പോ തീരെ താഴേക്ക് പോകുമ്പോ അടിയത്തെ ചെളി കലങ്ങിയിട്ട് ഈ പൈപ്പിന് അധികം ഉപയോഗിക്കാറില്ല. അപ്പൊ അവിടെ കെട്ടിക്കിടക്കുന്ന അമലാമനെ കാണാൻ പിള്ളേർ വരുന്നുണ്ട്. ഇനിയിപ്പോ മാമനെ കാണുമ്പോ ഇവിടെ ഒന്ന്, രണ്ട് സൈഡ് ഒന്ന് പറയായിരിക്കും എന്തൊരു സുഖാണോ. ആ ഒരു സുഖം ചീപ്പ് മറ്റേ നമ്മുടെ മറ്റേ ഈ ആടിന്റെ ഒക്കെ ചെമ്മരിയാടിന്റെ ഒക്കെ ട്രിമ്മില്ലേ, അപ്പോൾ അവസ്ഥ അതിനുള്ളിലില്ലാത്ത ജീവികൾ ഉണ്ടാവില്ല. വിളിച്ചില്ലല്ലോ.
എന്റെ പൊന്നെ. എങ്ങനെയായിരുന്നു ഇങ്ങനെ വേറെ ഞാൻ സാധാ ചീപ്പ് മതിയായിരുന്നു. തലയിങ്ങനെ ഉണ്ടോ ചീപ്പ് കൊണ്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ പോകും. വെള്ളം ആയി കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടോ ഡാൻഡ്രഫിന് ഒരു പ്രശ്നമുണ്ട്. വെള്ളം ആയി കഴിഞ്ഞാൽ വീണ്ടും പറ്റി പിടിക്കും. എന്തോ കമല എന്റെ മുടി ഇതേപോലെ ആവും. ആക്കി കഴിഞ്ഞാൽ പോകും. ചേട്ടാ മിനോക്സൈഡ് മുടി വരും. എന്താ മിനോക്സൈഡ്? ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടല്ലേ എനിക്കിപ്പോ ഒരുവിധം മുടി വന്നത്. മുടി വന്നു. നമ്മുടെ മീരയില്ലേ ഇക്രയല്ല മീരയില്ലേ അവിടെ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്, ലേഡി ഡോക്ടർ ഉണ്ട്. അവര് പ്രിസ്ക്രൈബ് ചെയ്താൽ മതി. ഒരു 3 മാസം ടാബ്ലറ്റും എടുത്തു. പിന്നെ 6 മാസം കൊണ്ട് അത്യാവശ്യം നല്ല എന്റെ മുതുക്. അതാണ് പൊട്ടുന്നോർത്ത് എന്താ സുഖം. ഇപ്പം എൻ്റെ പാച്ച് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു വട്ടം മുടി വെട്ടാൻ പോയപ്പോൾ ഒരാൾ മുട്ട അടിച്ചപ്പോൾ തലയിൽ മൊത്തം ഇങ്ങനെ മറ്റേ എത്താ സുഖം. ഞാൻ ഒരു വട്ടം മറ്റേ മുടി ഇത് ചെയ്യാൻ വേണ്ടി അവിടെ ഇവിടെ പോയത് നമ്മുടെ സുമയിൽ പോയപ്പോൾ അവർ ഇതേപോലെ താരനാന്ന് പറഞ്ഞിട്ട് അത് മാറ്റാനായിട്ട് എന്തൊരു സാധനം 300 രൂപ കണ്ടുള്ളൂ സംഭവം അത് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ആദ്യം ഇങ്ങനെ പിടിച്ച് ഇളക്കിയിട്ട് ഇതെല്ലാം പുറത്തേ അടിച്ച് എന്നിട്ട് എന്തൊരു ഓയിൽ പോലൊരു സാധനം തേച്ച് അയ്യോ തല നീറിട്ട് ചേട്ടായി. പക്ഷെ അത് മാറിയായിരുന്നു. അത് തേച്ച് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാറിയായിരുന്നു. കൊറേ നേരം പിടിച്ച് നോക്കണം. തലേന്ന് വന്നതാണ് മുഴുവൻ. തലേന്ന് വന്നാ ഇന്ന് വന്നല്ല. എന്തൊരു ചളിയാണോ മാരി പൊത്തു. അല്ല ചേട്ടായി പോവാൻ സമയമായിട്ട് ചേട്ടയ്ക്ക്. നമ്മൾ 26-ാം തീയതി എന്തായിട്ടെ 26-ാം തീയതി നടക്കുമോ? അല്ല അല്ലെങ്കിൽ സാധനം വാങ്ങണം, ഓർഡർ കൊടുക്കണ്ടേ? ജലചാതനാണെങ്കിൽ അനങ്ങൊന്നുമില്ല. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നായിട്ടേ പോയി ഓർഡർ കൊടുക്കുക. ജലചാനോടൊന്ന് ചേട്ടയൊന്ന് വിളിച്ച് ചോദിക്കാവോ? ആണോ? ആ കാരണം എന്താ നമ്മൾ ഇനിയിപ്പോൾ നാളെ അപ്പോൾ എന്താ ഇത് ഓർഡർ കൊടുത്തില്ല പിന്നെ നമുക്ക് അവസാനം കിട്ടലും ഉണ്ടാവുമല്ലോ ഒന്നും. എന്താ പൊന്നെ എന്താ ഇത് മീനിന്റെ ചെകിള പോലെ അതാണ്. അടുത്ത ദിവസം ജിമ്മിൽ നോക്കുമ്പോൾ ഉണ്ടാവും 1 കിലോ കുറഞ്ഞു. മിക്കവാറും ഉണ്ടാവും. 1 കിലോ അല്ലേലും ഒരു 250 ഗ്രാമൊക്കെ കുറയില്ലേ? പിന്നെ ചെകിള വിളിച്ച് പുറത്തെടുക്കുക. പുതിയ ഇനം മത്സ്യം വിൽപ്പനയ്ക്കുന്നില്ല. എന്തൊരു സുഖാന്നറിയോ ചെയ്ത് തരുമ്പോൾ എങ്ങനെ ചെയ്യും. ഇതിന്റെ പ്രശ്നം എന്താ പറയാ ഡാൻഡ്രഫ്. ഇതിപ്പോ നീ തലയിൽ എണ്ണയാക്കി ഇത് പറ്റി പിടിച്ചിരിക്കും. അതാണ് ഇത് മറ്റേ ഇതായതുകൊണ്ട് പോള പോലെ ഇരിക്കും. ചോള ഇത് പിന്നെന്താ പറയാ ചെകിള പോലെ ഇരിക്കുന്നോണ്ട് നനഞ്ഞു കഴിയുമ്പോ അത് പിന്നെ അതേപോലെ താഴേക്ക് അതായി പോകും. എവിടെ എന്റെ അമ്മോ 5 കൊല്ലം കൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഇത് ചത്തടിഞ്ഞു. ഇല്ലല്ല എനിക്കൊരു 3 കൊല്ലത്തിന് ശേഷമാണ് താരൻ വരാൻ തുടങ്ങി. അതുവരെ താരനൊന്നും ഇല്ലായിരുന്നു എൻ്റെ തലയിൽ. ഞാനതൊരു നല്ലപോലെ നോക്കുമായിരുന്നടാ. ഞാൻ നോക്കാണ്ടായപ്പോഴാണ് എൻ്റെ മുടി നാച്ചാൻ തുടങ്ങി. നീ അങ്ങനെ നോക്കിയോണ്ട് നിനക്ക് ഇത്ര മുടി ഉണ്ടായി അല്ലേ? അത് നോക്കാണ്ടായതിനു ശേഷമാണ് ഈ മറ്റേ ഇതേപോലെ വരാനും തുടങ്ങി. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അത് ഭയങ്കര എടുത്ത് കാണുന്നുണ്ടല്ലേ പാടിത്. കുറെ കുരുണ്ട് തലയിൽ. കുറച്ചാൽ ഇങ്ങനെ പോവാം. ആ മുടി നീളുന്നവരെ ഇങ്ങനെ മൊട്ടടിച്ച് തലയുടെ കളറ് കറക്റ്റ് ആക്കാം. ചെറിയൊരു വെളുത്തായിരിക്കുന്നു തല, ആ ഭാഗം മാത്രം. അതിപ്പോ ഇതിന് പകുതി താരൻ്റെ ഇതായിരിക്കും. എവിടെ പിള്ളേർ വന്നു പറഞ്ഞിട്ട് പിള്ളേരെല്ലാരും താഴത്തെ ആന്റിയുടെ ഒച്ചയായിരുന്നു. ഞാൻ പിള്ളേരാണ്. ചേട്ടാ ഏതായാലും ഡോക്ടറെ നോക്കി കാണിക്കും. മുടി എന്തായാലും നല്ല വ്യത്യാസം ഉണ്ട് ചേട്ടായി. ബേച്ചാച്ചനത്തിന് 6 മാസം കൊണ്ട് ഒരുവിധം വീക്കായ മുടിയൊക്കെ ആദ്യം പോകും. ഞാൻ ഫോട്ടോ അതിനകത്ത് എടുത്തു. ഞാനത് ശരിക്കും അറിയാൻ പറ്റും എങ്ങനെ ഇരുന്ന്. കാരണം ആദ്യം ഇങ്ങനെ തല ഇത് കാണുമായിരുന്നു, അതായത് ഉള്ളിലേക്ക് കാണുമായിരുന്നു. ചേട്ടായിയുടെ അതേപോലെ കാണുമായിരുന്നു. ചേട്ടാ ഇതൊക്കെ ചെയ്തു നോക്കേട്ടെ. ഇതാക്കണ്ട അധികം പൈസ ഇല്ല. 1000-2000 രൂപ കണ്ട അതിന്റെ ഉള്ളിൽ. ചേട്ടൻ ഇസ്രായേൽ പോകുന്ന കാര്യം സംഭവത്തിന് കൺഫേം ആക്കി.
തീരുമാനിച്ചു. ഇല്ല ചാ? നല്ലതാ, നല്ല തീരുമാനം ചേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഒരു മാറ്റം നല്ലതാ. ചിലപ്പോ ഞാനും അതാ വിചാരിച്ചു ഒന്ന് പ്രൊഫഷൻ ഒന്ന് മാറി നോക്കാം. കുറെ നാളായില്ലേ നല്ല തീരുമാനം ചേട്ടാ. എനിക്കൊന്ന് ഏടാ അന്വേഷിച്ചു അവിടെ പോയി ചോദിച്ചോ? ഒരുവിധമൊക്കെ കൊറേയൊക്കെ പോയടാ. എന്താ പറയുന്നത്, എത്ര എമൗണ്ട് ഒക്കെ എത്ര? കാരണം ചില ഭാഗത്ത് 18 പറഞ്ഞു, 12 പറഞ്ഞു, 13 പറഞ്ഞു. 12ഉം 13ഒക്കെ എന്തായാ? അതുണ്ട്, അങ്ങനെയുണ്ട്. വേറൊരു ചേച്ചീനെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ഒരു ക്ലയന്റിന്റെ അമ്മ, അപ്പം അവര് ചോദിച്ചു അവര് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ നാട്ടിലെവിടെയുള്ള, കോഴിക്കോട് എവിടെയുള്ള. അപ്പൊ വിളിച്ചു നോക്കി, അപ്പൊ അവര് 12.5. നമ്മുടെ ഒരു ചേട്ടാ ഒരു മാസം മുമ്പ്, ഇപ്പൊ ഒരു മാസമായി പോയിട്ട് ഇസ്രായേൽ പോയി. 24 അന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ 20-18 പറഞ്ഞു. ലാസ്റ്റ് പോയത് അതും ഇതൊക്കെ ആയി. ലാസ്റ്റ് ഇത് അത്രയൊക്കെ പറയുന്നുണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്, 17. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെ പറയാൻ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കുമ്പോ എന്തെങ്കിലും ഉണ്ടെ പറയാന്ന് പറഞ്ഞു. പക്ഷെ അത്രയും പൈസ അങ്ങോട്ട് പോകാനായിട്ടേ. ചേട്ടായി ചോദിച്ചപ്പോ പേച്ച പറഞ്ഞിട്ടില്ലേ 12.5 ഉണ്ടെന്ന്. ആണല്ലേ. അതിനകത്ത് ജോലി വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ ഇതാകുമ്പോ? അത് ഏജൻസി എന്താണെന്ന് എനിക്കും അറിയില്ല. ചിലപ്പോ അവര് കൂടുതൽ ആൾക്കാരെ എൻ്റെ അടുത്ത് അവിടെ എൻ്റെ ഉള്ളി പറഞ്ഞു ഇത് സംഭവം ഭയങ്കര എളുപ്പം. നമ്മൾ ഈ ആദ്യം പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമാണ്. കുറേ ടീംസ് ഇത് വന്നു കഴിയുമ്പോഴായിരുന്നു പല റേറ്റിനും പല സ്ഥലത്തു നിന്നും. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, ആള് പോയി. ആൾ ഒരു കൊല്ലത്തോളം പാവം കഷ്ടപ്പെട്ട് നോക്കട്ടെ ഇതാക്കാം. ശരി ചേട്ടേ. ശരി ചേട്ടേ. ഇപ്പോ നമുക്ക് വീണ്ടും പാക്കലാം. നല്ല നേരത്തെ ചേട്ടയുടെ സ്വഭാവമാണല്ലോ നേരത്തെ ചെല്ലുക എന്നുള്ളത്. ശരി ചേട്ടേ. നമുക്ക് 26-ാം തീയതി കാണാം. 26-ാം തീയതി എന്നിട്ട് നമുക്ക് ആ പരിപാടി ഒപ്പിക്കണ്ടേ? ശരി എന്നാ ഒരുവിധം. ചേട്ടേ ഇതിന്റെ പൈസ എത്രയെന്ന് പറയണേ? ഇതിന്റെ ഇപ്പൊ ഫോട്ടോ എടുത്തല്ലേ? അല്ല അത് ചേട്ടേ അല്ല ഇതല്ല ചേട്ടേ കുറച്ച് നല്ല 1-2 നമുക്ക് ഫ്രെയിം അറിയോ? ഇപ്പൊ കോപ്പി ചെയ്യാനാ ചെയ്യണോ എന്നാ? ചെയ്തു വെച്ചോ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്നിട്ട് ചേട്ടൻ നല്ല ഫോട്ടോയെ ഇതാക്കിട്ട് പക്ഷെ 90% പോയിട്ടോ. ഇനി നീ എല്ലാ ദിവസവും എന്താ ദിവസം നല്ല നീ ഇതാക്കിയോ ചീപ്പിട്ട് കുറച്ചേരം ഇങ്ങനെ ഇതാക്കി കളഞ്ഞ നിന്നെ ചെവിട ഒടിച്ച് പുറത്തു കൊണ്ടുവരുന്നത്. അങ്ങ് ചെകിള വിളിച്ച് നോക്കും മലയാളി. ജീവനുണ്ടെന്ന്. അയ്യോ അതിന് ഭാഗ്യം കിട്ടി. ഇനിയിപ്പോ എങ്ങനെ കഷണ്ടി ആയി പോയി കഴിഞ്ഞാൽ ഇതിന് അവസരം കിട്ടിയെന്ന് വരില്ലല്ലോ. അയ്യോ ഇനിയുള്ള കാലത്ത് ഇപ്പൊ അതിന് ട്രീറ്റ്മെന്റ് അല്ല വെച്ച് പിടിപ്പിക്കല്. ഇപ്പൊ ജനങ്ങൾ ഞാൻ നീ കഷണ്ടി ആയിട്ട് കിടക്കാം. മൂടി മുട്ട അടിച്ചെടുക്ക. എനിക്കിതാ വിശ്വസിക്കാൻ പറ്റാത്തട്ടോ. ഞാൻ ഇത്രയും മുടിയിട്ട് തലയിൽ പിന്നെ ഉണ്ടാവും ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മുട്ട അടിച്ചാലോ? അന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുടി വെട്ടിയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ബോംബെന്ന് വെച്ച് നിങ്ങൾ മുടിയും താടിയും വെച്ച് ഉണ്ണിമാനായ സമയത്ത് അതേപോലെ എന്റെ കൂടെ എനിക്ക് കൂട്ടായിട്ട് മുടി മുട്ട അടിക്കുകയും ഞാൻ ഈ മുടി പോയി കഴിഞ്ഞപ്പോ കൊറേ കാലം മുട്ട അടിച്ച് ഫുള്ള് ഇതായിട്ട് നടക്കരുത്. കാരണം മുടി ഫുള്ള് പോവാ. ഡോക്ടർ പറഞ്ഞു വീക്ക് ആയിട്ടുള്ള മുടിയൊക്കെ പോകുന്നു. മുട്ട അടിച്ചില്ല ഫുള്ള് പറ്റ വെട്ടി കുറച്ചു കാലം നടക്കല്ലായിരുന്നു. പറ്റേ ഓർക്കുന്നില്ലല്ലേ അത്? അതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നോണ്ട് നമുക്കിത് മനസ്സിലാവാതെ. കാരണം അന്ന് തന്നെ വെച്ചാൽ അവിടെ നിന്ന് ജീവുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോ പഴയ പോലെ ഉള്ളു കാണുന്നില്ല എനിക്ക്. പക്ഷെ ഞാനത് ആദ്യം നോക്കാത്ത. പക്ഷെ നമ്മളപ്പോ ഞാൻ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കും. പിന്നെ ഞാൻ അത് കുഴപ്പമില്ല. ഞാനും പിന്നെ അത് വലിയ നമ്മൾ എപ്പോഴും നമ്മളെ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇങ്ങനത്തെ ഇതൊന്നും 90% പോയി. അത് മതി. ബാക്കി നീ ഡെയിലി എന്നിട്ട് ബാക്കി ഇനി എന്താ ഉണ്ടെന്നറിയോ? ഇനിയിപ്പോ ഡെയിലി നീ ചീപ്പ് ഇട്ടിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഞാൻ കളഞ്ഞോളാം. ഇത് നോക്ക് ഇതെന്താ പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ചീപ്പിട്ട് ഇടയ്ക്ക് ചീപ്പിടുമ്പോൾ എന്റെ അമ്മ അങ്ങനെ ഞാൻ മുട്ട സൂപ്പിയായി മാറി. മുട്ട സൂപ്പി പണ്ട് പറയല്ലോ മുട്ട സൂപ്പി. അയ്യോ